ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ടാമത്തെ ആയത്തായ സൂക്തമായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അതിമഹത്തായ അതിഗംഭീരമായ ആശയം ഉൾക്കൊള്ളുന്ന ഫാത്തിഹയുടെ രണ്ടാമത്തെ സൂക്തമാണ്, ആയത്താണ് നാം പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അൽഹംദുലില്ലാ എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ നോമ്പിന് മുമ്പ് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റബ്ബുൽ ആലമീന. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്, അള്ളാഹുവിൻ്റെ ഒരു ഗുണമാണ് റബ്ബുൽ ആലമീൻ. ഇതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഒരു സംഗതി നിങ്ങൾ അറിയണം. ബിസ്മിയിലൂടെ അള്ളാഹുവിനെ വെളിപ്പെടുത്തുകയായിരുന്നു. ബിസ്മിയിലൂടെ അള്ളാഹുവിന്റെ അഡ്രസ് പറയുകയായിരുന്നു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉൾക്കൊണ്ടൊരു മുഅ്മിൻ ഓതുമ്പോഴേക്ക് അതിന്റെ ആശയം ഗ്രഹിച്ചല്ല കേട്ടോ, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയല്ല കേട്ടോ, അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് ഏതൊരു മുഅ്മിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയോ അവൻ അള്ളാഹുവിനെ പരിചയപ്പെട്ടിട്ടുണ്ടാകും, അള്ളാഹുവിന്റെ അഡ്രസ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അതെ, ബിസ്മി എന്ന ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയായിരുന്നു, വെളിപ്പെടുത്തുകയായിരുന്നു. രണ്ടാമത്തെ ആയത്തായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൽ അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട സ്വർഗാവകാശിയായ പടച്ച തമ്പുരാന്റെ പ്രീതി സമ്പാദിച്ച ഒരു ദാസനെ, ഒരു അടിമയെയാണ് ഈ രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ബിസ്മിയിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന രണ്ടാമത്തെ ആയത്തിലൂടെ ഒരു ഭക്തനായ അള്ളാഹു പൊരുത്തപ്പെട്ട സോലിഹായ ഒരു മനുഷ്യനെ വെളിപ്പെടുത്തുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിലൂടെ. അതെങ്ങനെ ഒരു വ്യക്തിനെ പരിചയപ്പെടുത്തുന്നത്? അള്ളാനല്ലേ അവിടെയും പറയുന്നത്, ആ അള്ളാനെ സ്തുതിക്കല്ലേ എവിടെ എങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യനെ പരിചയപ്പെടുത്തല്? ചിന്തിക്കേണ്ട വിഷയമാണ്. ബിസ്മിയിലൂടെ നമ്മൾ പഠിച്ചു അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്, കരുണക്കടലാണ്. അവനിൽ വിശ്വസിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമല്ല, അവനെ നിഷേധിക്കുന്ന, അവനെ ധിക്കരിക്കുന്ന, അവന്റെ ആജ്ഞകൾക്കൊട്ടും പരിഗണന കൊടുക്കാതെ അവഗണിച്ച് കളയുന്ന പരമദുഷ്ടന്മാർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, അവന്റെ കാരുണ്യം ചൊരിച്ചു കൊടുക്കുകയാണ് അല്ലാഹു. ഈ അല്ലാഹു അവനെ വിശ്വസിച്ച് അനുസരിച്ച് നിലകൊള്ളുന്ന മുഅ്മിനീങ്ങളെ പരലോകത്ത് പ്രത്യേകമായിട്ടും കരുണ ചെയ്ത് അനുഗ്രഹിക്കുന്നവനാണ്. ബിസ്മിയിൽ നമ്മൾ പഠിച്ചു. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തിന്റെ കസ്റ്റമേഴ്സായ മനുഷ്യര്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കാരുണ്യത്തിന്റെ കസ്റ്റമേഴ്സായ മനുഷ്യര് രണ്ട് തരമുണ്ട്, രണ്ട് വിഭാഗമുണ്ട്. ഒരു വിഭാഗം അള്ളാഹു അവന്റെ അനുഗ്രഹം കൊടുത്തു ആ വിഭാഗത്തിന്, പക്ഷേ അവരതിൽ തൃപ്തരല്ല, അവരതിൽ സന്തുഷ്ടരല്ല. അള്ളാഹു റഹ്മാനാണല്ലേ, അള്ളാഹു ആരാണ്? റഹ്മാനാണ്. ആളെ നോക്കാതെ, തരം നോക്കാതെ, ജാതി നോക്കാതെ, വിശ്വാസം നോക്കാതെ, നന്മ നോക്കാതെ അള്ളാഹു അനുഗ്രഹിക്കുമ്പോൾ ഈ അനുഗ്രഹം സർവ്വജനങ്ങൾക്കും ലഭിക്കും. ഈ അനുഗ്രഹത്തിന്റെ കസ്റ്റമേഴ്സായ മനുഷ്യർ രണ്ട് വിഭാഗം. ഒരു വിഭാഗം അള്ളാഹു അനുഗ്രഹിച്ച അനുഗ്രഹത്തിൽ സന്തുഷ്ടരല്ല, അവര് പൊരുത്തപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു വിഭാഗം. സാധാരണഗതിയിൽ മനുഷ്യരിൽ 90%
മഹാഭൂരിപക്ഷവും ഈ ഒന്നാം തരത്തിലാണ്. ഏത് തരത്തില്? അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ തൃപ്തരല്ല, അള്ളാഹു തന്നതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരല്ല. ഇനിയും വേണം, അത് വേണം, ഇത് വേണം. ഇത് മനുഷ്യ പ്രകൃതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ് നിങ്ങൾ കേട്ടതായിരിക്കും. ലൗകാന ലിബിനി ആദം, മനുഷ്യനെയാണ് പഠിപ്പിക്കുന്നത് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗകാന ലിബിനി ആദമ വാദിയം മിൻ ദഹബിൻ, ആദമിന്റെ പുത്രന്മാർക്ക്, മനുഷ്യ മക്കൾക്ക് സ്വർണത്താലുള്ള ഒരു പർവ്വതം കിട്ടിയാൽ അവൻ ആ ഇടപാട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇനി മതിയല്ലോ, ഇനി എനിക്കും എന്റെ 2-3 തലമുറക്കുള്ളതും ആയല്ലോ, മതി എന്ന് തീരുമാനിച്ചിരിക്കില്ല. അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, ഒന്നുകൂടെ കിട്ടിയാൽ. വലൻ യംലഅ ഫാഹു ഇല്ല തുറാബ്, അവന്റെ ആഗ്രഹങ്ങളുടെ ശമനം, ആഗ്രഹങ്ങൾക്ക് പരിസമാപ്തി വരുന്നത് അവന്റെ വായിൽ മണ്ണ് തട്ടുമ്പോൾ. തട്ടുമല്ലോ, കബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ തുണി ആദ്യം തന്നെ മാറ്റും, കവിളത്ത് മണ്ണാണ്ട് ചേർത്ത് വെക്കും. വായിക്കകത്ത് മണ്ണ് കയറുന്നത് വരെ, അതെ മരണം വരെ അവന്റെ ആഗ്രഹങ്ങൾക്കൊരു അവസാനവും ഉണ്ടാവുകയില്ല. ഇതാണ് മനുഷ്യന്റെ നേച്ചർ, പ്രകൃതം. അപ്പൊ നമ്മൾ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. സാമാന്യം കഴിഞ്ഞുകൂടാൻ വേണ്ട ഭവനം, വീട് എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. എത്ര സ്ക്വയർ ഫീറ്റാ വീട്? 2000 ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1700 ഉണ്ട്. എത്ര പിള്ളേരാ? നാം 2 നമുക്ക് 2 എന്ന മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ഉള്ളൂ. എങ്ങനെയോ പിഴച്ച ഒന്നും കൂടി ഉണ്ടായി 3 ഉണ്ട്. കെട്ടിയോളും പുതിയാപ്പിളിയും 3 പിള്ളേരും 2000 സ്ക്വയർ ഫീറ്റ്. എന്നിട്ട് നിന്ന് ആലോചിക്കുക, ഇത് പോരല്ലോ, ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കണല്ലോ. ഒന്ന് ടൈലിട്ടിട്ട് ഒന്ന് പള്ളിന്റെ കേസ് പറയുമ്പോഴാണല്ലോ ഈ വലിയ വയറുവേദന. വീടിന്റെ കാര്യത്തിന് ആർക്കും ആ വയറുവേദന ഉണ്ടാവില്ല. അങ്ങനെ അതൊന്ന് മുറ്റൊക്കെ ടൈലിട്ടൊന്ന് മൊഞ്ചാക്കുമ്പോ മതിയെന്ന് തോന്നുമോ? ഒന്നുകൂടി ഇങ്ങനെ ആലോചിക്കും. അടുത്ത ആളുകൾ മുസ്ലിമീങ്ങൾ തന്നെ. വാഹനം പൊട്ട 800 ഇന്നോവ കാറുണ്ട്. ഇന്നോവ പഴകിപ്പോയില്ലേ, ഒരു ക്രിസ്റ്റ കിട്ടിയാൽ എന്താ അല്ലേ? ഒരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ അത് കിട്ടിയാൽ എന്താ? അപ്പൊ അതങ്ങോട്ട് ഒപ്പിച്ച് മേടിക്കും, കടം മേടിച്ചിട്ടോ ലോൺ എടുത്തിട്ടോ മേടിക്കും. ക്രിസ്റ്റയിൽ കുറച്ചങ്ങോട്ട് ഓടുമ്പോ ഒരു പൂതി. ഫോർച്യൂണറായ എന്താ അത്ര കുഴപ്പം? ഞാൻ അതിൽ ഓടാൻ മാത്രം ഇല്ലേ. ഫോർച്യൂണറും മേടിച്ചു. അപ്പോഴല്ലേ ഓടി, ഇന്നെ പോലത്തെ ഇരിക്കാലി ജന്തുക്കളല്ലേ ഓടിയിലോടുന്നത്, അത് വേണം. ഇങ്ങനെ അവന്റെ ആഗ്രഹങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്നത് വായിക്കകത്ത് മണ്ണെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ വായ മണ്ണിൽ കുത്തുന്ന ഘട്ടത്തിൽ മാത്രമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗ്രഹങ്ങൾ ഉള്ളതിൽ അൽഹംദുലില്ലാ, അല്ലാ പടച്ചോനെ എനിക്ക് നീ ഒരു വീടൊന്നും അല്ല, ഒരു വാഹനം, ഇതൊക്കെ വേണം കേട്ടോ. ഒരു മുഅ്മിനിന്റെ ഈ ലോക ജീവിതത്തിലെ വിജയം 3 കാര്യത്തിൽ തന്നെയാണ്, ഇത് തർക്കമില്ല. സൗകര്യപ്രദമായ വീട്, വഴിയിൽ നമ്മെ ബ്ലോക്ക് ചെയ്യാത്ത, വഴിയിൽ കൊണ്ടിടാത്ത ഒരു വാഹനം, കുറച്ച് മുന്തിയ തന്നെ ആയിക്കോട്ടെ, സൽഗുണ സമ്പന്നയായ നമുക്കിഷ്ടപ്പെട്ട ഒരു ഇണ ഭാര്യ, ഇത് വേണ്ട തന്നെയാണ്. ഇത് ആഗ്രഹിക്കലോ അത് അതിമോഹമൊന്നുമല്ല. പക്ഷേ ഉള്ളതിൽ കിട്ടിയ ഭാര്യ, കിട്ടിയ വീട്, കിട്ടിയ വാഹനം, ഇതിലൊന്ന് പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ നിലകൊള്ളുന്ന എത്ര ആൾക്കാരുണ്ടാവും? നാവുകൊണ്ട് പറയും പൊരുത്താണെന്നൊക്കെ, എന്നാലും ആലോചിക്കും, ഇവളല്ലായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അവളെ കാര്യത്തിൽ വണ്ടി നല്ല വണ്ടിയാ, ഇതിന് കൂടിയ വണ്ടിയായ എന്താ അത്ര കുഴപ്പമെന്ന് ഇതുണ്ടാകും. ഇങ്ങനെ അല്ലാഹു റഹ്മാനായ റബ്ബ് റഹ്മത്ത് തന്നപ്പോ, അവൻ തീരുമാനിച്ച അളവിൽ റഹ്മത്ത് ഇറക്കി തന്നപ്പോ, അതിൽ സന്തുഷ്ടരല്ലാത്ത, പൊരുത്തപ്പെടാത്ത ഗ്രൂപ്പാണ് മഹാഭൂരിപക്ഷം ജനങ്ങളും. ഒരു ടീം അങ്ങനെ. രണ്ടാമത്തെ വിഭാഗം, അല്ലാഹു എന്താണോ തന്നത്, എത്രയാണോ തന്നത്, അതിൽ സമ്പൂർണമായി 100% റാഹത്തോടെ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ്. ഈ രണ്ടാം ഗ്രൂപ്പിന്റെ കാഴ്ചപ്പാടെന്താ?
എനിക്കെന്തു വേണം എന്തു വേണ്ട, എനിക്കെത്ര വേണം എത്ര വേണ്ട എന്നെനിക്കറിയൂല. എനിക്കെന്തു വേണം, എന്തൊക്കെ എനിക്ക് ആവശ്യമുണ്ട്, എന്തൊക്കെ എനിക്ക് ആവശ്യമല്ലാത്തതുണ്ട് എനിക്കറിഞ്ഞുകൂടാ. അതറിയുന്നവൻ എൻ്റെ യജമാനനായ, എൻ്റെ തമ്പുരാനായ, ഉടമസ്ഥനായ അല്ലാഹുവാണ്. അതുകൊണ്ട് അവനാണ് അറിയുക എത്ര അളവിൽ എനിക്ക് അനുഗ്രഹം വേണമെന്ന്. അതറിയുന്ന തമ്പുരാൻ തരുന്നതിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രപഞ്ചത്തെ പോറ്റുന്ന അല്ലാഹ്, നാൽക്കാലികളെ പോറ്റുന്ന അല്ലാഹ്, പറവകൾക്ക് അന്നം കൊടുക്കുന്ന അല്ലാഹ്, സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്ന കോടാനക്കോടി ജന്തുജാലങ്ങളെ പോറ്റുന്ന അല്ലാഹ്, മലക്കുകളെ പോറ്റുന്ന അല്ലാഹ്, പ്രേതഭൂത പിശാചുക്കളെ പോറ്റുന്ന അല്ലാഹ്, കണ്ണുകൊണ്ട് കാണാനാകാത്ത വൈറസുകളെ, അണുക്കളെ സംവിധാനിച്ച അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഈ റബ്ബുൽ ആലമീന്റെ തർബിയത്തില്, അവന്റെ അനുഗ്രഹങ്ങളുടെ വിതരണത്തില് എനിക്കെത്രയാണോ വേണ്ടത്, എനിക്കെത്രയാണോ വേണ്ടാത്തത് എന്നറിയുന്ന അല്ലാഹ് എനിക്ക് തന്നതുണ്ടല്ലോ, എന്നെ ഏൽപ്പിച്ചതുണ്ടല്ലോ, അതിൽ ഞാൻ സംതൃപ്തനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഗ്രൂപ്പിന് മാത്രമാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതാനുള്ള അർഹത, അവകാശം. മനസ്സിലായോ? ഏത് ഗ്രൂപ്പിന്? ഏത് ഗ്രൂപ്പിന്? ഉള്ളതിൽ 100% ഹാപ്പി. എന്തുള്ളതിൽ? ചിലപ്പോ കഷ്ടപ്പാടായിരിക്കും, ചിലപ്പോ രോഗമായിരിക്കും, സാമ്പത്തിക മാന്യായിരിക്കും, കുടുംബത്തിൽ ചില അനൈക്യങ്ങളായിരിക്കും. അത് തീർക്കാൻ മതം നിർദ്ദേശിച്ച, ഇസ്ലാം നിർദ്ദേശിച്ച വഴികളൊക്കെ ആരായുന്നതോടൊപ്പം എൻ്റെ അല്ലാഹ് നീ ഇത് തീരുമാനിച്ചു വെച്ചതല്ലേ എനിക്ക്, ഞാൻ അതിൽ പൊരുത്തക്കേടൊന്നും കാണിക്കുന്നില്ല. അല്ലാഹു തന്ന അനുഗ്രഹം എത്രയാണോ, അതെത്ര കൂടുതലാണോ എത്ര കുറവാണോ, അതിൽ പൊരുത്തപ്പെടുന്ന വിഭാഗത്തിന് മാത്രമേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതാൻ യോഗ്യതയുള്ളൂ, അർഹതയുള്ളൂ, വകുപ്പുള്ളൂ. നേരെ മറിച്ച് ഈ പട്ടിണിയും പായേരും അല്ലേ, ഇഷ്ടക്കേടും അള്ള തന്നതിലുള്ള തൃപ്തിക്കുറവും, ഇതോടുകൂടെ ഒരുത്തൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിക്കരിക്കുമ്പോൾ ഓതുകയാണെങ്കിലും, മരിച്ചോടത്ത് ഓതുകയാണെങ്കിലും, ഹജ്ജിനോട് നേരത്തെ എല്ലാവരും കൂടിയിട്ട് ഫാത്തിഹ ഓതുമ്പോൾ ഓതുകയാണെങ്കിലും, അത് പാഴ്വാക്കാണ് മുഅ്മിനെ, അത് വേസ്റ്റ് വാക്കാണ് മുഅ്മിനെ. നിന്റെ ഫാത്തിഹ ശരിയല്ല, അക്ഷരശുദ്ധി ഉണ്ടാകും, തജ്വീദിന്റെ നിയമം ഉണ്ടാവും. ആ ഫാത്തിഹയിലെ 2ാമത്തെ ആയത്തിന് ജീവനില്ല മുഅ്മിനെ. അതൊരു നിർഗുണമായ പാഴ്വാക്ക്, അധര വ്യായാമം മാത്രമായി അധപതിക്കും പ്രിയമുള്ള മുഅ്മിനെ. ശരിയല്ലേ? എന്താ ഓതുന്നത്? എന്താ ഓതുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തോത്രങ്ങളും സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. ആ ലോകത്തെ അവൻ എങ്ങനെ സംരക്ഷിക്കുന്നുവോ, ആ ലോകത്തെ അവൻ എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യുന്നുവോ, പരിപാലിക്കുന്നുവോ, അതിൽ ഞാൻ സന്തുഷ്ടനാണ്, അതിൽ നന്ദിയുണ്ട്. ഇപ്പൊ നിങ്ങളെ ഒരാൾ സഹായിച്ചു, താങ്ക് യു എന്ന് പറയില്ലേ, അല്ലേ? നന്ദി ഉണ്ട് എന്ന് പറയില്ലേ? നിങ്ങളെ ഒരാൾ സഹായിച്ചു, ശാരീരികമായോ സാമ്പത്തികമായോ ഏതോ മേഖലയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു, നിങ്ങൾ എപ്പോഴാ താങ്ക് യു എന്ന് പറയാ? അവൻ ആ ചെയ്തതിൽ പൊരുത്തപ്പെടുമ്പോഴല്ലേ പറയാ. ഇഷ്ടക്കേടുണ്ടാവുമ്പോൾ താങ്ക് യു പറയോ? അത് പറയും, മുനാഫിക്ക് പറയും, ചതിക്കാൻ വേണ്ടി. ആത്മാർത്ഥമായി നന്ദി പറയുന്നത് എപ്പോഴായിരിക്കും? അവൻ ആ ചെയ്തെന്നതിൽ നമ്മൾ സന്തുഷ്ടനാവുമ്പോഴല്ലേ പറയാ. അള്ളാഹിനോട് നന്ദി പറയാൻ, അള്ളാഹിനെ പ്രകീർത്തിക്കുകയാണ്, അള്ളാഹിനെ സ്തുതിക്കുകയാണ്. ഏത് വിഷയത്തിലാണ് സ്തുതിക്കുന്നത്? അവൻ റബ്ബുൽ ആലമീനാണ്. പൊന്നാര കൂട്ടുകാരെ, ഇക്കമാരെ, യുവാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, റബ്ബുൽ ആലമീനെ പരിചയപ്പെട്ട നമ്മൾ കഴിച്ചില്ലായി. വേറൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഞാൻ തമാശ പറയല്ല. എന്ത് പഠിച്ചാൽ മതി? റബ്ബുൽ ആലമീനാണ് പരിചയപ്പെട്ടാൽ മതി.
റബ്ബുൽ ആലമീനെ പഠിച്ചിട്ട് ആ റബ്ബുൽ ആലമീൻ ആര് പരിചയപ്പെട്ടുവോ മതി, ഒന്നും വേറെ പഠിക്കണ്ട. അത് പഠിക്കണമെങ്കിൽ ഖുർആനിലെ കുറച്ച് വേറെ ആയത്ത് അറിയേണ്ടിയിരുന്നാലേ റബ്ബുൽ ആലമീനാണ് മനസ്സിലാവുള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തന്നതിൽ പൊരുത്തപ്പെട്ടവനാണ് ഈ വാക്ക് പറയാൻ യോഗ്യതയുള്ളവൻ. അല്ലാത്തവന് അർഹതയില്ല. അല്ലാത്തവന്റെ വായിൽ നിന്ന് വരുന്ന ഈ വാക്ക് പച്ചക്കളവായി അതപതിക്കൂലേ? പഠിച്ചോനെ, എനിക്കെന്താ, ഞാൻ സന്തുഷ്ടനല്ല, എന്റെ ഈ ജീവിതത്തിൽ നീ തന്നതിലൊന്നും സന്തുഷ്ടനല്ല, എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പോറ്റുന്നവന്റെ കാര്യത്തിൽ ഞാൻ സ്തുതിക്കുകയാണെന്ന് പറയുമ്പോൾ അത് നുണയന്നല്ലേ, കളവന്നല്ലേ? റബ്ബ് പറഞ്ഞ വാക്കിനർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. റബ്ബ് എന്ന വാക്കിനർത്ഥം എന്താ? റബ്ബ് എന്ന വാക്കിനർത്ഥം അടിമയുടെ ആഗ്രഹങ്ങളെല്ലാം വകവെച്ച് നടപ്പിലാക്കി കൊടുക്കുന്നവൻ എന്നല്ല കേട്ടോ. റബ്ബ് നമ്മൾ ഉമ്മാക്ക് പറയും റബ്ബത്ത്. ഉമ്മാക്ക് പറയുന്ന അറബ് ഭാഷയിലെ ഉമ്മായുടെ ഡ്യൂട്ടിയാണ് തെർബിയത്ത്. ഉമ്മ റബ്ബത്താണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം അടിമ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം വകവെച്ച് നടപ്പിലാക്കി കൊടുക്കുന്നവൻ എന്ന് റബ്ബിനർത്ഥല്ല. ഇതിനെന്താ റബ്ബിന്റെ അർത്ഥം? അടിമക്ക് ഗുണകരമായതെല്ലാം നൽകി പോറ്റുന്നവൻ. എങ്ങനെ അർത്ഥം? അടിമക്ക് ഗുണം, അടിമക്ക് നന്മയായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം നൽകി പോറ്റുന്നവൻ എന്നതാണ് റബ്ബിനർത്ഥം. എന്നല്ലാതെ എന്തല്ല, അടിമ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതൊക്കെ വാരിക്കോരി കൊടുക്കുന്നവൻ എന്ന് റബ്ബിനർത്ഥല്ല. ഗുണമുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊടുക്കണം. ചിലപ്പോൾ ആരോഗ്യത്തിന് പകരം രോഗമായിരിക്കാം ഒരു അടിമക്ക് ഗുണം. അതെങ്ങനെ ഉണ്ടാവും ഉസ്താദെ? ഉണ്ടാവും. ചിലപ്പോൾ ആരോഗ്യത്തിന് പകരം നമുക്ക് ഗുണം രോഗമായിരിക്കാം. അതെന്താ? അപ്പ ആരോഗ്യം കൊടുത്താല് കള്ളുടിക്കാൻ പോകും, അല്ലെങ്കിൽ അപ്പ ആരോഗ്യം കൊടുത്താൽ വ്യഭിചരിക്കാൻ പോകും. വലിയൊരുനാൾ വന്നു, ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഏതോ ഒരു ഹലാക്കിക്ക പ്ലാൻ ചെയ്തത്. അന്ന് ഒരു പനിയാണ് കൊടുത്തു, അത് ഹൈറയുന്നു. ഇല്ലെങ്കിൽ 40 ദിവസത്തെ ഈമാൻ പോകുന്ന പണിക്ക് ഇവൻ പ്ലാൻ ഇട്ടി. ചിലപ്പോൾ ആരോഗ്യത്തിനു പകരം രോഗമായിരിക്കാം ഗുണം. ചിലപ്പോൾ സന്തോഷത്തിനു പകരം ദുഃഖമായിരിക്കാം അടിമക്ക് നന്മ. ചിലപ്പോൾ സമ്പത്തിന് പകരം സാമ്പത്തിക അഭിവൃദ്ധിക്ക് പകരം സാമ്പത്തിക ടൈറ്റ്, സാമ്പത്തിക മാന്യമായിരിക്കാം ഗുണം. ചിലപ്പോൾ അഭിമാനത്തിന് പകരം അപമാനമായിരിക്കാം ഗുണം. ഈ ഗുണം നോക്കി അല്ലാഹു ചിലപ്പോൾ ഈ അടിമക്ക് രോഗം കൊടുക്കും, ചിലപ്പോൾ സാമ്പത്തിക ടൈറ്റ് കൊടുക്കും, ചിലപ്പോൾ മാനഹാനി കൊടുക്കും, അപമാനം കൊടുക്കും. ബേജാറാകണ്ട, അത് എന്റെ ഗുണത്തിനാണ്. എന്റെ പതനമറിയുന്നവൻ, എന്റെ പുരോഗതി അറിയുന്നവൻ, എന്റെ ഭാവി അറിയുന്നവൻ, ഭൂതമറിഞ്ഞവൻ, എന്റെ വർത്തമാനം കാണുന്നവനായ റബ്ബുൽ ആലമീൻ എനിക്കിപ്പോൾ രോഗം തന്നത് എനിക്കെന്തോ ഒരു നന്മക്കാണ്. പനി ഗുണാവൂലെ? പനി എന്ന് പറഞ്ഞ സാധനം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു മഹാരോഗത്തിന് അള്ളാഹു തടയിടാൻ വേണ്ടി ചിലപ്പോൾ ഒരു പനിയാണ് തരും. നമ്മളെ കൊച്ചു കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെപ്പും തുള്ളി മരുന്നൊക്കെ കൊടുത്താൽ പനി വരും. ആ കുത്തിവെപ്പിൽ എന്താ കൊടുക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ രോഗാണുക്കളെയാണ് കുത്തിവെക്കുന്നത്. വില്ലൻ ചുമക്കുള്ള കുത്തിവെപ്പിന് ഈ കൊച്ചുകുട്ടിയുടെ ശരീരത്തിന് പ്രകൃതിക്ക് താങ്ങാനാകുന്ന അളവിൽ വില്ലൻ ചുമയുടെ വൈറസിനെയാണ് കുത്തിവെക്കുന്നത്. അപ്പൊ അത് ഈ രോഗാണുക്കൾ അവിടെ കയറും, അതിനെ പ്രതിരോധിക്കാൻ ജീവാണുക്കൾ അവിടെ വരും. ഇത് ഈ സമയത്താണ് കുട്ടിക്ക് പനി വരുന്നത്. പിന്നെ യഥാർത്ഥ വില്ലൻ ചുമയുടെ ആൾക്കാർ കയറി വന്നാൽ അവിടെ സ്വീകരിക്കൂല, കാരണം ബോഡി ഫിറ്റായി. അപ്പൊ നോക്കൂ നിങ്ങൾ, രോഗം പ്രതിരോധ കുത്തിവെപ്പിനാൽ ഉണ്ടാകുന്ന പനി എന്തിനാ? ഗുണത്തിനല്ലേ? പ്രകൃതിയിൽ തന്നെ പ്രതിരോധം ഉണ്ട്, നമ്മളിപ്പോ ആർട്ടിഫിഷ്യലായി ഇത് ചെയ്യാണ്. എന്നോടൊരു ഡോക്ടർ പറഞ്ഞു, ഞാൻ മലപ്പുറക്കാരുടെ ഒരു മൂരാച്ചി മൂലിയരാണല്ലോ,
അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഞാൻ കുത്തിവെപ്പ് കൊടുക്കൂല അറിഞ്ഞിരിക്കുക. നിങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ, നിങ്ങൾക്കൊന്നും ഇത് മാതൃകയല്ല. എൻ്റെ കുട്ടിക്ക് ഞാൻ കുത്തിവെപ്പ് കൊടുക്കൂല പറഞ്ഞപ്പോൾ ഹെൽത്ത് ഓഫീസർ വന്നിട്ട് വീട്ടിലേക്കാണ് കയറി. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണോ ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇതിനൊരു വിരോധിയൊന്നുമല്ല, ഞാൻ എതിർക്കണ ആളുമല്ല. അത് ആവശ്യക്കാരൊക്കെ കൊടുത്തോട്ടെ, എനിക്ക് തൽക്കാലം എൻ്റെ കുഞ്ഞിനെ കൊടുക്കണ്ടെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ കൊടുക്കാതിരിക്കുകയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് കൊടുക്കാതിരിക്കണോ ചോദിച്ചു. അപ്പൊ ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം അസുഖം വന്നിട്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്. പുറമെ എന്നോട് വലിയ വിശഗ്ധരന്മാർ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പ്രതിരോധം പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടും, നിങ്ങളെ കുഞ്ഞ് വെയിലത്തും മഴയത്തൊക്കെ ഇറങ്ങി കളിക്കട്ടെ, എന്നിട്ട് പനി അങ്ങോട്ട് വരട്ടെ, ആ പനി അങ്ങോട്ട് സുഖമാകട്ടെ, ഇങ്ങനെയൊക്കെയാണ് പ്രതിരോധം. മണ്ണിലും വെയിലത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെയും പ്രതിരോധം കിട്ടുന്ന ഒരു വലിയ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു പണ്ട് നമ്മുടെ നാട്ടിൽ പോളിയോ വസൂരി ഉണ്ടായിരുന്നു അല്ലേ, ഇന്നിപ്പോൾ അതൊക്കെ എവിടെ? ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയാണ്, ഇത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസർ ചോദിക്കുകയാണ്, ഇതൊക്കെ എവിടെ? ഇതൊക്കെ പ്രതിരോധ മരുന്നുകളിലൂടെയാണ് നാട് നീങ്ങിയത്, നിങ്ങളിത് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു തക്കാളിപ്പനി, ഡെങ്കിപ്പനി ഇതൊക്കെ പണ്ടുണ്ടായിരുന്നോ, ഇതിപ്പോഴല്ലേ വന്നത്, നിങ്ങൾ ഒന്നിനും മരുന്ന് കാണുമ്പോൾ അടുത്താണ് വരികയല്ലേ, ഇതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളൂ ചോദിച്ചു. ഞങ്ങൾ തമ്മിലൊരു 10 മിനിറ്റ് സംസാരിച്ചു. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് കൊടുത്തട്ടോ, ഇൻഷാ അല്ലാഹ് ഞാൻ ഈ കൊടുക്കാനേ പറയുള്ളൂ. ഇത് വേറൊരു വീക്ഷണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഒരു അസുഖം വലിയൊരു അസുഖത്തെ തടയാൻ, ഒരസുഖം ചിലപ്പോൾ ക്യാൻസറിനെ തടയാൻ വേണ്ടി അള്ളൊരു 3 ദിവസം പനി, കോശങ്ങൾക്ക് ചില വേരിയേഷൻ വന്ന സമയത്ത് ഒരു പനിയിലൂടെ അള്ളാഹു അതിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയാം, നിങ്ങൾക്ക് ഒരു സൂക്കേട് വരുമ്പോൾ പണ്ടാറടങ്ങിയാലോ ഈ പനി എന്ന് പറയരുത്, അള്ള തന്ന ഗിഫ്റ്റാ, റബ്ബുൽ-ആലമീന്റെ തെർബിയത്താണ്, റബ്ബുൽ-ആലമീന്റെ പോറ്റലിന്റെ ഭാഗമാണ് ആ പനിയും. ഇനിയിപ്പോൾ മരിച്ചു പോകണമെങ്കിലോ മരിച്ചു പോകേണ്ടി വരും, ആരും ഇവിടെ നിൽക്കൂലല്ലോ. അപ്പൊ എന്ത് അള്ളാഹു ജീവിതം തന്നാലും മരണം തന്നാലും രോഗം തന്നാലും സൗഖ്യം തന്നാലും സാമ്പത്തിക ടൈറ്റ് തന്നാലും റബ്ബുൽ-ആലമീന്റെ നടപടിയാണത്. റബ്ബുൽ-ആലമീന്റെ ലോകങ്ങളൊക്കെ പോറ്റുന്ന അള്ളാഹുവിന്റെ പോറ്റലാണത്. ഉമ്മ പോറ്റുമ്പോ നമ്മൾ പറഞ്ഞല്ലോ, മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, കുഞ്ഞിനെ അടിക്കും, വഴക്ക് പറയും, അത് പോറ്റലിന്റെ ഭാഗമാണ്, നശിപ്പിക്കാനല്ലല്ലോ അത്. ഇതുപോലെ അള്ളാഹു ചിലപ്പോൾ അടിമക്ക് രോഗം ഗുണമാകുമ്പോൾ ആരോഗ്യം നൽകാതെ അവനെ രോഗിയാക്കും. സമ്പത്ത് ഗുണമല്ലാത്ത ഘട്ടം വരുമ്പോ താൽക്കാലികം അവന് സാമ്പത്തിക പ്രയാസം കൊടുക്കും. എപ്പോഴും സാമ്പത്തികമായിട്ട് സേഫ്റ്റി ആണെങ്കിൽ അവൻ വഴിതെറ്റിപ്പോവും. ഇത് മനസ്സിലാക്കി അള്ളാഹു ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഒന്നിട്ട് കൊളുത്തിട്ടുണ്ട് പിടിച്ചു. ഹൈറനാണ്. അഭിമാനം, എപ്പോഴും അഭിമാനമുള്ള വ്യക്തിയായിരുന്നു. അവന്റെ കൽബിൽ കിബിർ ഇങ്ങനെ സ്റ്റോറാകാൻ തുടങ്ങി. അള്ളാഹു ഒറ്റ നാണം കെടുത്തല് നാട്ടില് ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ പോലീസ് അങ്ങോട്ട് പിടിച്ചു, എന്നിട്ടാണ്ട് കേസും പൊല്ലാപ്പോയി, 100% നിരപരാധിയായിരുന്നു. അപ്പൊ അവൻ മനസ്സിലാക്കുക, പടച്ചോനെ ഈ കൊലച്ചതി മാനത്തിന് എത്ര വില, കോടികൾ വിലട്ട മാനം കിട്ടുമോ? ഈ മാനം പടച്ചോനെ നീ തകർത്തിരെന്ന് പറഞ്ഞ് പരിഭവം പറയരുത്. അള്ളാഹു നിന്റെ കിബിറിനെ ട്രീറ്റ് ചെയ്തതാ. നിന്റെ ഈഗോയെ തളക്കാൻ, സ്വർഗം നഷ്ടപ്പെടുത്തുന്ന കിബിറിനെ തകർത്ത് കളയാൻ, നിന്റെ മനസ്സിൽ നിന്ന് നീക്കിക്കളയാൻ വേണ്ടി അള്ളാഹു തന്ന ഗിഫ്റ്റാണ് സുഹൃത്തെ അത്. അള്ളാന്റെ അനുഗ്രഹമാണ് നിന്നെ നാണം കെടുത്തിയത്. മനസ്സിലായോ? ഗുണകരമായ കാര്യങ്ങൾ എന്തുണ്ടോ ഏതുണ്ടോ ആ ഗുണമുള്ളത് തരുന്നവനാണ് അള്ളാഹു. അപ്പൊ സമ്പത്ത് തരുന്നത് ഗുണമാകുമ്പോ അത് തരും. ദാരിദ്ര്യം ഗുണമുള്ള നേരത്ത് അത് തരും. ആരോഗ്യം ഗുണമുള്ള നേരത്ത് ആരോഗ്യം തരും. രോഗം ഗുണമുള്ള നേരത്തോ രോഗം തരും. ഇങ്ങനെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ദുആ ഉണ്ട്. എന്താ ദുആ? നമ്മൾ ദുആ ദുആയല്ല. എന്താ ദുആ? നമ്മൾ ദുആ എന്താ? ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, കടക്കണിയിൽ നിന്ന് മോചിപ്പിക്കണമേ അല്ലാ, ബിസിനസ് വളർത്തണമേ അല്ലാ. മൊയ്ലിയരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നതും നിങ്ങൾ സ്വർഗം കിട്ടണേന്ന് ദുആക്കണീനേക്കാൾ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുന്നതും ഈ വക ദുആക്കാ. ഒരു തർക്കമില്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ ദുആ കേൾക്കണം നിങ്ങൾക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ, ലാ ഉബാലി യാ റബ്ബി ലാ ഉബാലി അസ്ബഹ്തു ഫഖീറൻ ഔ ഗനിയാ ഫഇന്നി ലാ അദ്രി ഫീ അയ്യിഹിമൽ ഖൈർ. ഇത് പഠിച്ചോ? സമാധാനം കിട്ടാനുള്ള ഒരു സംഗതിയാണ്. അള്ളാഹ് നിങ്ങളെ ദരിദ്രനാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തല കുത്തി മറിഞ്ഞാലും
നിങ്ങൾ ആ സ്റ്റേജിൽ നിന്നാണ് മാറൂല. അല്ലാഹ് തന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലാ ഉബാലി, എനിക്ക് പ്രശ്നമേ അല്ല, ഞാനൊരു ആശങ്കയായി പരിഗണിക്കുന്നേ ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അസ്ബഹ്തു ഫഖീറൻ ഔ ഗനിയാ, നാളെ വെളുപ്പാങ്കാലത്ത് മുതലാളിയായാലും എനിക്ക് കുഴപ്പമില്ല, ഫഖീർ ദരിദ്രനായാലും എനിക്ക് കുഴപ്പമില്ല. അള്ളാഹിനോട് പറ, എന്റെ പടച്ചോനെ, നാളെ വെളുപ്പാങ്കാലത്ത് ഞാൻ മുതലാളിയായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ദരിദ്രനായാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഇത് രണ്ടില് എനിക്ക് ഗുണമേതാണ് എന്ന് തമ്പുരാനെ എനിക്കറിയില്ല, അത് നിനക്കാണറിയാ. നീ തരുന്നതായിരിക്കും ഗുണം എന്നതും എനിക്കറിയാം. അതുകൊണ്ട് നീ നാളെ വെളുപ്പാൻ കാലത്ത് നീ എന്നെ എന്താക്കിയാലും എനിക്ക് പരാതിയില്ല തമ്പുരാനെ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദുആണ്. ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ഫാത്തിഹ പഠിച്ചാൽ തന്നെ കൂട്ടുകാരെ ദുന്യാവ് സലാമത്തായി, പിന്നെ ബേജാറുണ്ടാവില്ല. ഈ ഫാത്തിഹ ശരിക്കാണ് പഠിച്ചാലേ ദുന്യാവില് പിന്നെ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, ആശങ്കാർന്ന സാധനം ഉണ്ടാവില്ല, ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. ഷുവർ, ഉറപ്പ്, ഉറപ്പാ. അംബാനിക്ക് കിട്ടാത്ത നിയമത്തെ അവിടെ വിതരണം ചെയ്യണേ. ഇതറിഞ്ഞാ മൂവാറ്റുപുഴക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവുമോ? എല്ലാവരും കൂടിയും പറയണ്ട കേട്ടോ, ഇരിക്കാൻ സ്ഥലം കുറവുണ്ട്. ഏത് കോടാനക്കോടി രൂപ കൊടുത്താൽ കിട്ടാത്ത സാധനമാണ്. ഈ ദുന്യാവില് ആശങ്ക ഉണ്ടാവില്ല, ടെൻഷൻ ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. എന്ത് പഠിച്ചാല്? ഫാത്തിഹ ശരിക്കാണ് പഠിച്ചാല്. നേരെ വാക്കർത്ഥം കാര്യമില്ല. എന്താണ് ഇതിന്റെ ആശയങ്ങൾ, എവിടെയൊക്കെ ഉണ്ട്, ആരാണിത് പറയുന്നത്, ഇത് ഉൾക്കൊണ്ട് പറയുന്നവൻ ആരാണ്, ഇത് പഠിക്കണം. ഞാനൊരു ഹദീസ് പഠിപ്പിക്കട്ടെ, ഞാനൊരു ഹദീസ് പറയട്ടെ നിങ്ങളോട്. നിങ്ങളൊക്കെ കച്ചവടക്കാരല്ലേ, ബിസിനസ്സുകാരാ, ഒട്ടുമിക്ക ആളുകളും കച്ചവടക്കാരാണ്. ഇപ്പൊ പ്രസന്റ് സ്റ്റേജിൽ ഈ കച്ചവടത്തിന്റെ കാര്യമൊക്കെ ഏറെക്കുറെ ആപ്പീസ് കൂട്ടിയ മട്ടത്തിലാണ്. ഈ പണ്ടാറ സാധനം ഇവിടുന്ന് ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിട്ട് മൃഗീയ ഭൂരിപക്ഷത്തിന് വീണ്ടും ആ കസേരയിൽ എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്തൊന്നൊരു പ്രതീക്ഷ ബിസിനസിന്റെ കാര്യത്തിൽ അത് ഡെവലപ്പ് ആകുന്നുള്ളൊരു പ്രതീക്ഷയില്ല. ഞാനൊരു ഹദീസ് നിങ്ങളെ പഠിപ്പിക്കട്ടെ, ഒരു ഹദീസ്. എല്ലാവരും കേട്ടോ, കച്ചവടക്കാരല്ലാത്തവരും ഉറങ്ങാൻ നിൽക്കണ്ട, അവർക്കും ഇതിൽ കാര്യമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ അബ്ദ. ഇതെന്തിനാ? റബ്ബുൽ ആലമീനെ പഠിപ്പിക്കണം കേട്ടോ. എന്താ പഠിപ്പിക്കുന്നത്? റബ്ബുൽ ആലമീൻ, ലോകങ്ങളെ മുഴുവൻ പോറ്റുന്നവനായ അല്ലാഹ്. ഇന്നൽ അബ്ദ, അള്ളാന്റെ പോറ്റലിന്റെ ഓരോ സാമ്പിളാണ്, അള്ളാഹു പോറ്റുന്നതിന്റെ ഓരോ കോലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരാണ്. ഇന്നൽ അബ്ദ ലയഹുമ്മു മിനൽ ലൈലി ബിഅംരിൻ മിൻ ഉമൂരി തിജാറ. അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ, മൂവാറ്റുപുഴക്കാരനായ ഒരു കച്ചവടക്കാരനായ ഒരു ബഷീർ, അല്ലെങ്കിൽ ഒരു പോക്കര്, ലയഹുമ്മു മിനൽ ലൈലി, രാത്രിയിൽ ഒരു പ്ലാൻ ഇടുന്നു, ബി അംരിൻ മിൻ ഉമൂരി തിജാറ, ഒരു ബിസിനസിനുള്ള പ്ലാനാണ്. അള്ളാഹുവിന്റെ അടിമയായ മൂവാറ്റുപുഴക്കാരനായ ബഷീർ പ്ലാൻ ഇടുന്നത്. രാത്രി ഒരു കച്ചവടം പ്ലാൻ ഇടുകയാണ്. പങ്കുകാരൻ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, എടാ എങ്ങാതി ഒതുങ്ങി കിട്ടുന്നൊരു വണ്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒതുങ്ങി കിട്ടാനൊരു ഒരു പറമ്പുണ്ട്, അല്ലെങ്കിൽ ഒതുങ്ങി കിട്ടുന്നൊരു വീടുണ്ട്. പെട്ടുപോയേക്കാണ് വീട്ടുകാരൻ. ഇപ്പൊ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലെങ്കിൽ ഇത് വിറ്റില്ലെങ്കിൽ നല്ല പടലാ പെട്ടേക്കണേ, ചുളിവ് വിലക്ക് കിട്ടും, വേഗം പോരായിരുന്നു. രാത്രിയാ വിളിക്കണത്. എടാ ഇപ്പൊ സമയം 9:30 വീട്ടിൽ പെണ്ണുമ്പുള്ള മാത്രമേ ഉള്ളൂ, പിള്ളേരൊക്കെ പോയേക്കാണ്, നമുക്ക് നാളെ കണ്ടാ പോരേ ചോദിച്ചു. എന്നാ നാളെ ആയിക്കോട്ടെ, പെട്ടെന്ന് അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തട്ടിയെടുക്കും എന്ന് പറഞ്ഞു. രാത്രിയിൽ അള്ളാഹുവിന്റെ അടിമയായ മൂവാറ്റുപുഴക്കാരനായ ബഷീർ ഒരു പ്ലാൻ ഇടുകയാണ് കച്ചവടത്തിന്. ഇതൊന്നും ഇപ്പൊ ഹദീസിന് ഞാൻ വ്യാഖ്യാനം പറയാട്ടോ, വിശദീകരണം പറയാം. അള്ളാന്റെ റസൂൽ മൂവാറ്റുപുഴക്കാരനായ ബഷീർ ഒന്നും പറഞ്ഞിട്ടില്ല. അള്ളാന്റെ അടിമകളിൽപ്പെട്ട ഒരുത്തൻ രാത്രിയിൽ ഒരു കച്ചവടത്തിന്റെ കാര്യം പ്ലാൻ ഇടുകയാണ്. എന്നിട്ടോ ഇങ്ങനെ നല്ല ലാഭം കിട്ടുന്ന നല്ലൊരു ബിസിനസിന് ഇങ്ങനെ പ്ലാൻ ചെയ്തു. പങ്കുകാരൻ വിളിച്ചു, ഓക്കെ
നാളെ തന്നെ ആ കച്ചവടത്തിന്റെ ടോക്കൺ കൊടുക്കാൻ തീരുമാനിക്കാണ്. ഏത് കച്ചവടാന്നറിയോ? മിമ്മാലൗ ഫഅലഹു ലകാന ഫീഹി ഹലാകുഹു. ആ കച്ചവടമെങ്ങാനും നടന്നാൽ ഈ കച്ചവടം നടത്തിയ രണ്ട് വ്യക്തികളും ബഷീറും പങ്കാളിയും ഹലാക്കിൽ വീഴും. നബി തങ്ങൾ പറയാണ്, ഈ രാത്രി പ്ലാനിട്ട് വലിയ ലാഭമൊക്കെ പ്രതീക്ഷിച്ച് പ്ലാനിട്ട കച്ചവടം ഉണ്ടല്ലോ, മിമ്മാലൗ ഫഅലഹു, ആ കച്ചവടം എങ്ങാനും നടന്നാല് ലകാന ഫീഹി ഹലാകുഹു, അവന്റെ ഹലാക്ക് അതോടുകൂടെ ആരംഭിക്കുന്നു. അതെങ്ങനെയാ ഹലാക്ക്? ഒരു കച്ചവടം നടന്നിട്ട് എങ്ങനെയാ ഹലാക്ക് നടക്കുക? ഞാൻ പറഞ്ഞുതരാം. ഈ കച്ചവടത്തിൽ കോടികളാണ് ലാഭം കിട്ടിയത്. കോടികളാണ് വന്നപ്പോൾ ഇവന്റെ സ്വഭാവം മാറി. അതുവരെ 5 വക്തിനൊക്കെ പള്ളിയിൽ ജമാഅത്തിനൊക്കെ വന്നിരുന്ന ആളായിരുന്നു. കുറച്ചൊക്കെ വിനയുള്ള ആളായിരുന്നു. ഉള്ളതുകൊണ്ട് പാവക്കൊക്കെ കൊടുക്കുന്ന ആളായിരുന്നു. ഈ കോടികൾ മല പോലെ മുന്നിൽ വന്നോടുകൂടെ ഇവന്റെ മൈൻഡ് മാറി, ഇവന്റെ പ്രകൃതം മാറി, പള്ളിയിൽ ജമാഅത്തിന് വരാതെയായി. അവസാനം കാറൂൻ മുതലാളിയായി. കാറൂൻ മുതലാളി നല്ല ആളായിരുന്നു. ഇന്ന കാറൂന കാനമിൻ ഖൗമി മൂസ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. മൂസാ നബിയിൽ വിശ്വസിച്ച അക്കാലത്തെ ഒരു മുസ്ലിം മെമ്പറായിരുന്നു കാറൂൻ മുതലാളി. പാവായിരുന്നു. മൂസാ നബിയോട് പറഞ്ഞു, ഈ ദാരിദ്ര്യം മാറാൻ ഒന്ന് ദ്വാരക്ക്. മൂസാ നബി പറഞ്ഞു, കാറൂനെ എന്തിനാ അതൊക്കെ പാടെ വാരി വലിച്ച് തോളത്തിടുന്നത്? നീ പട്ടിണി കിടന്ന് മരിക്കണമൊന്നുമില്ലല്ലോ, നിന്റെ കുടുംബം നീയും ജീവിക്കണുണ്ടല്ലോ, കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും എന്തിനാ ദ്വാരക്കണത് പറഞ്ഞു. പറ്റൂല മൂസാ പറഞ്ഞു. ഞാൻ ദ്വാരക്കൂല, നിന്റെ നാശാവുന്നു മൂസാ നബിയും. ഇവര് ബന്ധുക്കളാണേ. അങ്ങോട്ട് പോയി കാറൂൻ. പിന്നെയും വന്നു, ഒന്ന് ദ്വാരക്ക് മൂസ, അള്ളയിട്ടൊക്കെ സംസാരിക്കുന്ന ആളല്ലേ, ഒന്ന് ദ്വാരക്ക്. അവസാനം ഗതി കെട്ട് മൂസാ നബി ദ്വാരുന്നു. അങ്ങോട്ട് കൂടിയപ്പോ ആദ്യം കാറൂനുണ്ടായ സൂക്കേട് എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താണെന്നറിയോ? പ്രാർത്ഥനക്ക് മിസ്സായി തുടങ്ങി. അന്നൊരു 5 നേരത്തെ നിസ്കാരം എന്നല്ല, അന്നുണ്ടല്ലോ ഒരു ദുആ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള ദുആയിൽ പങ്കാളിയാകുന്നിടത്ത് ഇടക്കിടക്ക് ആബ്സെന്റ് ആയി. തുടക്കം അങ്ങനെയായിരുന്നു. നമ്മളെ കൂട്ടത്തൊന്നും വഴി പഴച്ചു പോകുന്ന ആളുകൾക്ക് പിഴക്കുന്നതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെയാണ് പള്ളിയിൽ വരവ് കുറയാ. ക്ലാസ്സിന് വന്നിരുന്ന ക്ലാസ്സിന് വരാതിരിക്കാതെ ലലാലത്തിന്റെ നാശത്തിന്റെ തുടക്കമാണ്. അള്ളാഹ് കാക്കട്ടെ. ഇത് ആമീൻ പറയാത്ര മടി, അടുത്ത ആഴ്ച വരൂല എന്നേറ്റ് തീരുമാനിച്ചോ? ഈ കാറൂൻ പിഴച്ചല്ലോ. എന്തുകൊണ്ടാ പിഴച്ചത്? പൈസ കിട്ടി അല്ലേ? മിമ്മാലൗ ഫഅലഹു, ഗതി കെട്ടവൻ വീടും പറമ്പും വിൽക്കുന്നത് കേട്ടപ്പോൾ ചുളിവ് വിലക്ക് മേടിച്ചിട്ട് വമ്പൻ വിലക്ക് മറിച്ച് വിറ്റപ്പോ കോടികൾ അക്കൗണ്ടിൽ വന്നു. ലകാന ഫീഹി ഹലാകുഹു, ആത്മീയമായി ഈ വ്യക്തി തകർന്നു, ഹലാക്കായി. ഇങ്ങനെ സംഭവിക്കാമല്ലോ. ഇനി അതല്ല, വേറെ നിലക്ക് ഹലാക്ക്. ഈ പറമ്പും വീടും കൊള്ളൂല, താമസിക്കാൻ വേണ്ടിയാ മേടിച്ചത്. ഇപ്പൊ കിടക്കുന്ന വീട് അത്ര സുഖമല്ല, അത് പറ്റുകയാണെങ്കിൽ തട്ടി വിടാ. നല്ല സൗകര്യമുള്ള വീട് കിട്ടിയാൽ അങ്ങോട്ട് താമസം മാറ്റാന്ന് പ്ലാൻ ചെയ്തപ്പോഴാണ് ഇത് കേട്ടത്. ഇത് മേടിച്ചു, ഒരു 65 ലക്ഷം രൂപക്ക് തന്നെ മേടിച്ചു. ആ ഏരിയ അത്ര സുഖമുള്ള ഏരിയ അല്ല. അങ്ങനെ ഉണ്ടാവും മൊയ്ലിയരുണ്ട്. എവിടെയുള്ളത്? ബുഖാരിയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അപലക്ഷണം എന്ന് പറഞ്ഞ സാധനം 3 സാധനത്തിലാണ് ഉള്ളത്. അശ്ഉമു ഫിദ്ദാരി വൽ ഫർസി വൽ മർഅത്തി. അപലക്ഷണം എന്ന് പറഞ്ഞ സാധനം വാഹനത്തിലും വീടിലും ഭാര്യയിലുമാണ്. ചില വാഹനം നമ്മളെ തകർക്കും. ചില വാഹനം കുരുത്തം പിടിക്കൂല. സത്യാണത്. നബിയുടെ കാലത്ത് കുതിരയിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, ഈ ചില കുതിര ഉണ്ടല്ലോ, അത് നമ്മളെ ജീവിതത്തിലേക്ക് വന്നാൽ അത് യാത്ര ചെയ്യാനും കൊള്ളൂല, നമ്മളെ കൊണ്ടേ പോവുള്ളൂ. ചില വീട് അങ്ങോട്ട് താമസം മാറി അവിടുന്ന് തൊട്ട് ബർക്കത്തില്ലാതെ. ഇത് ഞാൻ അന്ധവിശ്വാസം പറയല്ലോ, ഒരാൾക്കും എതിർക്കാൻ പറ്റില്ല. ബുഖാരിന്റെ ഹദീസാണ്. അശ്ഉമു, അപലക്ഷണം എന്ന് പറയുന്നത് ചില വീടുകൾക്ക് അപലക്ഷണം ഉണ്ടാവും, ചില പറമ്പിന് അപലക്ഷണം ഉണ്ടാവും. ചില പെണ്ണുങ്ങൾക്ക് അവള് എന്റെ ജീവിതത്തിൽ കയറി അന്ന് തുടങ്ങിയ അദാബാണ് എന്റെ അല്ലാഹ് ഉണ്ടാവും. നീ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരൊക്കെ മുത്തലാക്കല്ലാതെ നിൽക്കണ്ട കേട്ടോ, സഹിച്ചോ. റബ്ബുൽ ആലമീനാണ് തന്നത്, മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഈ വീടും പറമ്പും സുഖല്ല, താമസിക്കാൻ സുഖമുള്ള സൈസല്ല. ചുളി വിലക്ക് കിട്ടിയപ്പോൾ ചാടി വീണ് മേടിച്ചു. അല്ല അവിടെ പോയി താമസിച്ച് അന്ന് തുടങ്ങിയതാണ് അദാബ്. ഇനി മരിക്കോളം അദാബാകണ്ടേ. വിൽക്കാൻ നോക്കിയിട്ടാണെങ്കിൽ അവിടെ കിടക്കുന്നവർക്ക് സുഖമില്ല എന്നുള്ളത് നാട്ടില് പാട്ടാണ്.
അവിടെ കിടക്കുന്നവർക്ക് സുഖം കിട്ടൂല എന്നുള്ളത് നാട്ടിൽ പാട്ടാണ്, ആരും മേടിക്കണില്ല. ലക്കാന ഫീഹി ഹലാക്കുഹു, മേടിച്ചോട് ആ കച്ചവടം നടത്തിയോട് കൂടി ഹലാക്കായി. ഇത് രണ്ടുമല്ല, വേറൊരു ഓപ്ഷൻ ഉണ്ട്. സംഗതി കച്ചവടം ചെയ്യാൻ തന്നെയാണ്, ഇങ്ങനെ ചുളിവില് കിട്ടുന്ന കേട്ട് നോക്കുമ്പോ കയ്യിൽ പോക്കറ്റിൽ പൈസ ഇല്ല. അപ്പൊ എന്താ ചെയ്തത്? പെങ്ങളെ വീട്ടിക്ക് ഒരൊറ്റ വിളി, അല്ല പാത്തുമ്മ നിന്റെ വീടിന്റെ ആധാരം ഇല്ല അവിടെ? ഉവ്വ ഇക്കാക്ക ആധാരം ഉണ്ടല്ലോ, നാളെ ഇക്കാക്കാക്ക് അതൊന്ന് തരാവോ? എന്തിനാ അത്? അതൊന്ന് ബാങ്കിൽ വെക്കാനാ. എന്തിനാ അത്? ഇച്ചിരി ലോൺ എടുക്കാനാ. എന്തിനാ ലോണ്? നല്ലൊരു മലങ്കോള് വന്നിട്ടുണ്ട്, ആ ആധാരം വെച്ചിട്ട് കുറച്ച് ചില്ലറ പെട്ടെന്ന് ഇങ്ങോട്ട് റിലീസാക്കിയിട്ട് ആ കച്ചവടം ചെയ്ത പൊന്നും മോളെ പാത്തുമ്മ, അതിൽ നിന്നൊരു പങ്ക് ഞാൻ നിനക്കും തരും ഇക്കാക്കാർ. പാത്തുമ്മ ആ കെണിയിൽ വീണു, ആധാരാണ് കൊടുത്ത്. ഇവന്റെ കയ്യിൽ പോക്കറ്റിൽ പൈസ ഇല്ലട്ടോ. അങ്ങനെ കച്ചവടത്തിന് മൂവാറ്റുപുഴ പെരുമ്പാവൂര് നല്ല അള്ളാന്റെ ഭൂമിയിൽ ഒട്ടുമിക്ക കച്ചവടക്കാർക്ക് ഈ ഒരു ഭ്രാന്തുണ്ട്. ഏത് ഭ്രാന്ത്? അള്ള കച്ചവടം ചെയ്യാൻ പറഞ്ഞത് നിങ്ങളെ പോക്കറ്റിലുള്ള പൈസ ഉണ്ടാ, അല്ല ബാങ്കിലുള്ള പൈസ ഉണ്ടല്ല. എന്നിട്ട് ഈ പെങ്ങള് പാത്തുമ്മാന്റെ ആധാരം കൊണ്ടുപോയി വെച്ചിട്ട് ചുളിവ് വിലക്ക് കിട്ടിയ ഈ വീടും പറമ്പടും മേടിച്ചു. സുബ്ഹാനല്ലാഹ്, മേടിച്ചപ്പോഴാണ് മോഡി നോട്ടാണ് നിരോധിക്കുന്നത്. അള്ളാന്റെ ദുന്യാവില് ചുളിവ് വിലക്കാണ് കിട്ടിയത്. ആ വിലക്ക്, അതിന്റെ അയൽവക്കത്തെ വിലക്ക് പോലും എടുക്കാന് ഒരൊറ്റ മഹലൂക്കും വന്നില്ല, കുടുങ്ങി. പാത്തുമ്മാന്റെ ആധാരം ബാങ്കിലാണ് കിടക്കുന്നത്. ജപ്തി നോട്ടീസ് ഒന്നിന്റെ പിന്നാലെ അടുത്തവും വന്നിട്ടുണ്ട്. ഇത് വിറ്റ് പോണില്ല, അവക്കടെ ആധാരം തിരിച്ചു കൊടുക്കാനും പറ്റണില്ല. ലകാന ഫീഹി ഹലാക്കുഹു. നിങ്ങൾക്ക് മനസ്സിലാവണില്ല? ഇതൊന്നും തിരിയണില്ല. ഈ പറഞ്ഞത് തിരിയണ ഭാഷയിലാ ഈ പറയുന്നത്. ആ കച്ചവടം നടക്കുന്നതോടുകൂടെ അവന്റെ ഹലാക്ക് തുടങ്ങുകയാണ്. മിമ്മാലൗ ഫഅലഹു ലകാന ഫീഹി ഹലാക്കുഹു. ഇനി വേറെ ഹലാക്ക്. സംഗതി ഒക്കെ ഓക്കെയാണ്, പക്ഷെ അതിന്റെ ആധാരം ക്ലിയർ അല്ല, പട്ടയം കിട്ടൂല. മേടിച്ച് തലയിലായാലോ ഇവൻ ആ പൈസയും കൊണ്ടുപോകും, പിന്നെ തിരിച്ചെടുക്കൂല. ഹലാക്കല്ലേ? രാത്രി പ്ലാൻ ചെയ്ത കച്ചവടം അതെങ്ങാനും നടക്കുകയാണെങ്കിൽ ലകാന ഫീഹി ഹലാക്കുഹു, ഇവന്റെ പതനത്തിന്, നാശത്തിന് അത് കാരണമാകും. ഈ സാധുവിനറിയൂല ഈ കച്ചവടം ലാഭമാണ്, ഇതുകൊണ്ട് നേട്ടമാണ്, ഇതുകൊണ്ട് പണമുണ്ടാക്കാം എന്നാണ് ഈ സാധു ധരിച്ചിരിക്കുന്നത്. ഫയൻദുറുല്ലാഹു തആല മിൻ ഫൗഖി അർശിഹി ഇലൈഹി. പങ്കുകാരന്റെ ഫോൺ കോള് വന്നു, ലാഭമുള്ള ഏർപ്പാടാണ്, ചുളിവിന് കിട്ടും, നാളെ പോയി ടോക്കൺ കൊടുക്കാമെന്ന് തീരുമാനിച്ച് രണ്ടുപേരും കിടന്നുറങ്ങിയപ്പോൾ ഫയൻദുറുല്ലാഹു തആല ഇലൈഹി, ഈ കച്ചവടത്തിന് പ്ലാനിട്ട വ്യക്തിയിലേക്ക് അല്ലാഹു നോക്കുകയാണ്, അല്ലാഹു നിരീക്ഷിക്കുകയാണ്. മിൻ ഫൗഖി അർശിഹി, അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട്, അർശിലിരുന്നു കൊണ്ട് ഈ സാധു ഉറങ്ങുന്ന നേരത്ത് അല്ലാ നോക്കുകയാണ്. അള്ളാഹ്ക്ക് തിരിയില്ലേ? ഇവൻ ഈ കച്ചവടം ചെയ്താ കുഴിയിൽ വീഴുന്ന അള്ളാഹ്ക്ക് തിരിയില്ലേ? ഇവന് തിരിയില്ലെങ്കിലും അള്ളാഹ്ക്ക് അറിയൂലേ? ഇവൻ അറിയൂലെങ്കിലും അള്ളാഹു അവന്റെ സിംഹാസനത്തിലിരുന്നിട്ട് ഈ സാധു വീഴാൻ പോകുന്ന ചതിക്കുഴി കാണുമ്പോൾ അള്ളാഹു ആ കച്ചവടം അങ്ങ് മിസ്സാക്കുകയാണ്, ആ കച്ചവടം അങ്ങ് തകർക്കുകയാണ്, ആ കച്ചവടം അങ്ങ് വഴി തെറ്റിക്കുകയാണ്. എങ്ങനെ വഴി തെറ്റിച്ചത്? നേരം വെളുത്ത് ഒരു ദിവസം സുബൈക്ക് ഉണരലില്ലട്ടോ, അന്ന് സുബൈക്ക് ഉണർന്നു. എന്താ ഉണരാൻ കാരണം? രാവിലെ തന്നെ പോയി ടോക്കൺ കൊടുത്തില്ലെങ്കിൽ നടപടിയാവൂല. സുബൈന്റെ മുന്നേ തന്നെ അങ്ങോട്ട് ഉണർന്നു. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്ക് ഭൗതികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യലാഭമുള്ള കേസാണെങ്കിൽ സുബൈക്ക് ഉണരല്ല, അന്ന് ഉറങ്ങി കിട്ടൂല അല്ലെ? മധുവിധു നാളിൽ മണവാട്ടിയും മണവാളിനും ഇങ്ങനെ മണിയറയിൽ ശൃംഗരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ മൊല്ലാക്ക വാങ്ങിക്കൊടുത്തത്. അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിലേറെ നിക്കാരാണ് ഖൈറ്. അപ്പളാ പുതിയാപ്പള പറഞ്ഞു, അതിന് മൊല്ലാക്ക ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലല്ലോ. ഉറക്കന്നെ വരൂല, എന്നിട്ടല്ലേ സുബൈക്ക് ഉണരില്ലേ അല്ലേ? ഇങ്ങനെ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഈ നേരം വെളുക്കാൻ കാത്തു നിൽക്കുന്ന ഇവനിലേക്ക് തമ്പുരാൻ നോക്കി കുഴിയിൽ വീഴാണല്ലോ എന്ന് മനസ്സിലാക്കി ഫയുസ്രിഫുഹു അൻഹു, ആ കച്ചവടത്തെ അള്ളാഹു വഴിതെറ്റിച്ചു. എങ്ങനെ വഴിതെറ്റിച്ചത്? രാവിലെ തന്നെ സുബൈക്ക് അന്ന് പള്ളിയിലൊക്കെ പോയി നിസ്കാരം കഴിഞ്ഞ് റബ്ബുൽ ആലമീനായ തമ്പുരാനെ കച്ചവടം നടത്തി തരണേ അല്ലാ. ആ ദുആ റോങ് ആണ് കൂട്ടരെ.
നിങ്ങൾ ഇനി ഏത് കച്ചവടത്തിന് ഇറങ്ങുകയാണെങ്കിലും ഈ കച്ചവടം നടത്തി തരണേ അള്ളാ എന്നുള്ള ദുആണ്ടല്ലോ, റോങ്ങാണ്. ഇപ്പൊ ഷെഡിൽ ഒരുപാട് ചരക്ക് കിടക്കുന്നുണ്ട്, അള്ളാ ഇതൊന്ന് പെട്ടെന്ന് ഒഴിവാക്കി താ, റോങ്ങാണത്. അള്ളാ എന്റെ കച്ചവടത്തിൽ നീ ബറക്കത്ത് താ അള്ളാ, എന്റെ കച്ചവടത്തിൽ നീ നന്മ താ അള്ളാ, ഇങ്ങനെ ദ്വാരക്കണ്ട്. ചിലപ്പോ നന്മ കുറച്ചാലും അവിടെ വീട്ടിൽ കിടക്കല് അല്ലെങ്കിൽ ചരക്ക് അവിടെ ഡെഡായി കിടക്കലായിരിക്കും ഹൈറ്, നമുക്കറിയില്ലല്ലോ. അന്ന് ദുആ ചെയ്തു സുബഹിസ്കരിച്ചിട്ട്. ദുആ കഴിഞ്ഞപ്പോഴാണ് പങ്കാരം കോൾ വിളിച്ചത്. എടാ പഹയ, ഇന്നലെ രാത്രി തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ പെട്ടെന്ന് പോയി ടോക്കൺ കൊടുക്കാന്ന്, ആൺകുട്ടികൾ കൊണ്ടുപോയി. അത് ആരോ രാത്രി വന്നിട്ട് ടോക്കൺ അടിച്ചു പോയി. അവരെ അള്ളാഹു ഹലാക്കിൽ വീഴ്ത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇവനെ രക്ഷപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് മുത്ത് റസൂല് പറയാ, അതിന്റെ രസം പറയാട്ടോ. ഇങ്ങനെ അള്ളവനെ രക്ഷപ്പെടുത്തുകയാണ്. ഈ കച്ചവടം മിസ്സാക്കിയിട്ട് കച്ചവടം വഴി തെറ്റിച്ചിട്ട് ഇവനോട് കൃപയുള്ള റഹ്മാനായ ഇവനെ അനുഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ കച്ചവടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നബി തങ്ങൾ പറയാണ്, ഫയുസ്ബിഹു കഈബൻ ഹസീനാ. ഓൻ ഈ ഫോൺ അങ്ങോട്ട് കിട്ടുമ്പോ പറയാണ്, ദുഃഖിതനായിട്ട് പറയാ, പടച്ചോനെ പണ്ടാറടങ്ങിയാലോ. വിഷണ്ണനായിക്കൊണ്ട്, ഹസീനൻ അതീവ ദുഃഖിതനായിക്കൊണ്ട് പറയാണ്. മാത്രല്ല ഇന്നിപ്പോ ഇങ്ങനെ സംഭവിക്കാൻ കാരണം സുബഹിക്കരിക്കാൻ പോന്നപ്പോ കൊച്ചാപ്പാന്റെ മകന്റെ മോന്തേ കണ്ടത്, അതാണ് ഇപ്പൊ ഈ കുഴപ്പമെന്ന് നബി തങ്ങൾ പറയാണ്. അവൻ ദുശകുനം പറയും, ബിജാരിഹി അയൽക്കാരന്റെ മോന്ത കണ്ടതാണ്, വബിനി അമ്മിഹി കൊച്ചാപ്പാന്റെ മോന്ത കണ്ടതാണ് എന്നിത്യാദി ദുശകുനങ്ങള് ഇവൻ പറയുകയും ചെയ്യും. എന്നാൽ ആ കച്ചവടം നഷ്ടപ്പെടുത്തിയതല്ല, ഇല്ലാ റഹ്മത്തുൻ, അവന് അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമല്ല. അവനെ രക്ഷപ്പെടുത്തിയതാണല്ല, അവനെ അനുഗ്രഹിച്ചതാണല്ല. റഹിമഹുല്ലാഹു തആല ബിഹാ, ആ കച്ചവടം നടത്തി കൊടുക്കാതെ അല്ലാഹു അവനെ അനുഗ്രഹിച്ചതായിരുന്നു. ഇപ്പൊ നോക്കൂ നിങ്ങള്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുന്ന കച്ചവടക്കാരാ, തൽക്കാലം നിങ്ങളുടെ കച്ചവടത്തിൽ ഒരു സ്തംഭനാവസ്ഥയുണ്ടെങ്കിൽ അത് റബ്ബ് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്, അത് റബ്ബിന്റെ പോറ്റലാണ്, അത് റബ്ബിന്റെ തർബിയത്താണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതാൻ. എല്ലാം അള്ളാന്റെ തർബിയത്താണ്, എല്ലാം. അപ്പൊ തെറ്റ് ചെയ്യുന്നതോ, അള്ളാഹ് ഒരു അടിമ തെറ്റ് ചെയ്യുന്നതോ, തെറ്റ് ചെയ്യുന്നതിലുണ്ടാവും ചിലപ്പോൾ ഒരു നന്മ. തെറ്റ് ചെയ്യുന്നതിൽ, കാരണം ആ തെറ്റ് കാരണം വേദനിച്ചിട്ട് കണ്ണീരങ്ങട്ട് ഒഴുക്കിയിട്ട് 1000 കൊല്ലം നിസ്കരിച്ചാൽ കിട്ടാത്ത ജാതി കൂലി അള്ളാഹ് ആ കണ്ണീരോണ്ടാണ് കൊടുക്കും. അപ്പൊ തെറ്റ് ചെയ്ത് ഗുണായില്ലേ? അപ്പൊ ആ തെറ്റ് ചെയ്തതും ഗുണായില്ലേ? നിങ്ങളാരും കുറ്റം ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹ് പറയാണ്, ബുഖാരിന്റെ ഹദീസാണ്, നിങ്ങൾ ആരും കുറ്റം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ മുഴുവൻ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും. എന്നിട്ട് കുറ്റം ചെയ്ത് ഖേദിക്കുന്ന ദാസന്മാരെ ഞാൻ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അള്ളാഹു പറയാം. ആ നിലക്ക് ചില ഞാൻ പറഞ്ഞത് തെമ്മാടികളെ കുറ്റോ അവിശ്വാസികളുടെ കുറ്റത്തെ കുറിച്ചല്ല. ഒരു മുഅ്മിൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പൊരുളറിഞ്ഞ് ഓതുന്ന ഒരു മുഅ്മിനിൽ നിന്ന് ഒരു കുറ്റം വന്നാൽ, പടച്ചോനെ നിന്റെ വിധി തന്നെയാണ്, ഞാനിതീ പോയി വീണല്ലോ എൻ്റെ അള്ളാഹ്, റബ്ബുൽ ആലമീനെ നീ വിധിച്ചത് തന്നെയാണ്. ഈ നിലക്ക് ഇവനാണ് ഖേദിച്ചിട്ടാണ്, സങ്കടപ്പെട്ടിട്ട് അള്ളാഹിനോട് അങ്ങോട്ട് തൗബ ചെയ്തിട്ട് ഒരു അത്യുന്നതമായ ആത്മീയ മണ്ഡലത്തിലേക്ക് മനുഷ്യൻ കയറിപ്പോവാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും, സമ്പൽ സമൃദ്ധിയാണെങ്കിലും സാമ്പത്തിക ടൈറ്റാണെങ്കിലും, അഭിമാനമാണെങ്കിലും അപമാനമാണെങ്കിലും, വേദനയാണെങ്കിലും ആനന്ദമാണെങ്കിലും റബ്ബുൽ ആലമീന്റെ ട്രീറ്റ്മെന്റ് ആണെന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. ഇത് വിശ്വസിക്കാത്തവന് ഈമാനില്ല. ഇത് വിശ്വസിച്ച് പൊരുത്തപ്പെട്ട് നിന്നു കൊടുക്കാത്തവന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതാൻ വകുപ്പില്ല. ഈ നിലയ്ക്ക് എത്ര ആൾക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഓതാൻ പറ്റും അല്ലേ? എത്ര ആൾക്ക് പറ്റും? നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ട് പറ്റണം.
പറ്റല ലാഭമുള്ള കച്ചവടം. നീ പറ്റൂല എന്ന് പറയാ, നീ കുറെ മസില് പിടിച്ചു നോക്കിയിട്ട് നീയാണ് തളരും നല്ലത്. അള്ള തീരുമാനിച്ചത് ഇവിടെ നടപ്പിലാവുള്ളൂ. അല്ലേ അല്ലേ? അള്ളാഹു നിനക്ക് വിധിച്ചു തരുന്നതിനപ്പുറത്തേക്ക് ഒരു ചുക്കു നിനക്ക് കിട്ടൂല. നീ മസില് പിടിച്ച് ബേജാറാകുക എന്നല്ലാണ്ട് ഒരു കാര്യം അതുകൊണ്ടില്ല. നേരെ മറിച്ചോ, ആ വിധിക്കനുസരിച്ച് അള്ളാന്റെ തെർബിയത്തിനനുസരിച്ച് റബ്ബിനനുസരിച്ചാണ് നിന്നോടുത്താലോ നീ റാഹത്തായി, നീ ക്ഷീണിക്കൂല. പിന്നെ അവിടെ എൻ്റെ ദാസൻ ഞാൻ എന്ത് കൊടുത്താലും കണ്ടോ, നീ അവനെ കഷ്ടപ്പെടുത്തണ്ട, അള്ളാഹ് അങ്ങോട്ട് തീരുമാനിക്കും, അങ്ങോട്ട് കൊടുക്കും. എന്ത് കൊടുത്താലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവനെ ഓതുന്നുണ്ടല്ലോ, സത്യസന്ധനായി ഓതുന്നുണ്ടല്ലോ. ഇനി എന്തിനാ ഞാൻ അവനെ പരീക്ഷിക്കുന്നത്? അവന്റെ ക്വാളിറ്റി എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ഞാനത് തെളിയിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അവനെ കഷ്ടപ്പെടുത്തണ്ട, അവന് സൗഖ്യം ഫിദ്ദുന്യാ വൽ ആഖിറ, സൗഖ്യം കൊടുക്കാൻ അള്ളാഹു തീരുമാനിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അടിമക്ക് ഉടമയിൽ ഉറപ്പുണ്ടെങ്കിൽ, അടിമക്ക് ഉടമയിൽ, മുഹമ്മദിന്, ബഷീറിന്, പാത്തുക്കുട്ടിക്ക്, നബീസുക്കുട്ടിക്ക് റബ്ബുൽ-ആലമീനിൽ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ബേജാറില്ല. പിന്നെ ബേജാറിനൊരു ചാൻസ് വരുന്നില്ല. പിന്നെ അസ്വാസ്ഥ്യങ്ങൾക്കൊരു വകുപ്പ് വരുന്നില്ല. അതിനെന്ത് വേണം? അടിമക്ക് ഉടമയിൽ ഉറപ്പ് വേണം. അപ്പൊ ആരോഗ്യ കാര്യത്തിൽ ആശങ്ക ഉണ്ടാവില്ല. പഠിച്ചോനെ ക്യാൻസറേറ്റ് വന്ന് ചത്തുവോ അല്ലാ, ആർക്കാപ്പി പേടിയില്ലാത്ത? ക്യാൻസർ ഇങ്ങനെ വ്യാപിക്ക, സ്പ്ലിറ്റ് അകല്ലേ ആകെ അല്ലേ? RCCയിലൊന്നും അപ്പോയിന്റ്മെന്റ് തന്നെ കിട്ടണില്ല. ആരോഗ്യ കാര്യത്തിൽ ആശങ്ക റബ്ബുൽ-ആലമീനെ മനസ്സിലാക്കിയൊന്നുണ്ടാവില്ല. പഠിച്ചോനെ നീ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആ സൂക്കോട് കൊണ്ടാണെങ്കിൽ ഞാനിപ്പോൾ അതിൽ മസിൽ പിടിക്കണില്ല, ഞാൻ നിന്ന് തരാം. എന്താ കാട്ടുക? എത്ര നമ്മളെ സഹോദരന്മാർ മരിച്ചു, ഈ അസുഖം വന്ന്, അള്ളാഹ് കാക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം അല്ലേ? നമുക്ക് താങ്ങാൻ പറ്റാത്തൊക്കെ തരുന്നത് കാക്കാൻ വേണ്ടി ദുആ ചെയ്യാം. താങ്ങാൻ പറ്റുന്നത് തന്നാ മതി അള്ളാഹ്. അപ്പോ ആരോഗ്യ കാര്യത്തിൽ റബ്ബുൽ-ആലമീനെ മനസ്സിലാക്കിയവൻ ആശങ്ക ഉണ്ടാവില്ല. കുടുംബത്തിന്റെ മക്കളെ കാര്യത്തിൽ റബ്ബുൽ-ആലമീനെ മനസ്സിലാക്കിയവൻ ആശങ്ക ഉണ്ടാവില്ല. സമ്പത്തിന്റെ കാര്യത്തിലും ഉണ്ടാവില്ല. കാരണം അള്ളാഹ് മാത്രമാണ് ഇവിടെ മുതലാളി, ത്തിന്റെ മുതലാളി. അംബാനി പരമദരിദ്രനാ, യൂസുഫ് അലി പച്ചപ്പാവം പരമദരിദ്രനാ, ബ്രൂണേ സുൽത്താൻ അതിലേറെ പച്ചപ്പാവ. ഇത് സിയാബുദ്ദീൻ ഫൈസി തട്ടിവിടുന്ന ബഡായി അല്ല, അള്ളാഹ് പറഞ്ഞതാ. അള്ളാഹ് എവിടെ പറഞ്ഞത്? സൂറത്ത് മുഹമ്മദിലുണ്ട് കൂട്ടരെ. വല്ലാഹുൽ ഗനിയ്യു വ അൻതുമുൽ ഫുഖറാ. അല്ലാഹുവാണ് മുതലാളി, അല്ലാഹുവാണ് സമ്പത്തിന്റെ ഉടമസ്ഥൻ. വ അൻതുമുൽ ഫുഖറാ, നിങ്ങളൊക്കെയും പരമദരിദ്രരാണ്. കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലുള്ള മുതലാളിയും പരമദരിദ്രനാണ്. കാരണം അതിന്റെ ഉടമാധികാരിയും പരമാധികാരി അവനല്ല. അത് അവൻ അനുഭവിക്കാൻ അവന് പറ്റൂല. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കോഴിയുടെ എല്ല്, ഇറച്ചി കഷ്ണം തൊണ്ടേ കുടുങ്ങിയ തീർന്നില്ലേ? എത്ര സൗകര്യങ്ങൾ അള്ളാഹു കൊടുത്തവനാണെങ്കിലും ആ സൗകര്യങ്ങൾ അനുഭവിക്കാൻ അവനൊറ്റക്ക് പറ്റുമോ? കാരണം അണ്ണാക്കിൽ കുടുങ്ങി മരിച്ചുപോയ മനുഷ്യന്മാരില്ലേ? കൊട്ടാര സമാനമായ വീട് പണിതിട്ട് അതിൻ്റെ ഉദ്ഘാടന ദിവസം അതിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി കീ കൊണ്ടുപോയ വഴിയിൽ മരിച്ചു വീണ ആൾക്കാരില്ലേ? എന്താ ഇവൻ അതിന്റെ ഉടമയല്ല. ഉടമയാണെങ്കിൽ അത് അനുഭവിക്കാതെ പോവോ? വല്ലാഹുൽ ഗനിയ്യു വ അൻതുമുൽ ഫുഖറാ. അല്ലാഹുവാണ് മുതലാളി, അവനാണ് ഉടമസ്ഥൻ, അവനാണ് അജയ്യനായ കാര്യകർത്താവ്. വ അൻതുമുൽ ഫുഖറാ, അല്ലയോ മാനവ മക്കളെ, പണം തൽക്കാലം കയ്യിലുള്ള മുതലാളിമാരടക്കമുള്ള ആളുകളോടാണ് അല്ലാഹ് പറയുന്നത്, നിങ്ങളൊക്കെയും പരമദരിദ്രരാൻ. അല്ലാഹു പറയുന്നു, വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു.
ഏത് വസ്തുവിന്റെയും ഖജനാവ് നമ്മുടെ പക്കലാണ്. അള്ളാഹു പറയാം, ഏതനുഗ്രഹത്തിന്റെയും ഏത് വസ്തുവിന്റെയും ഏത് കാര്യത്തിന്റെയും ഖജനാവ് എന്റെ പക്കലാണ്, നമ്മുടെ പക്കലാണ്. ആരോഗ്യത്തിന്റെ ഖജനാവ് അവനിലാണ്. അഭിമാനത്തിന്റെ ഖജനാവ്, പണത്തിന്റെ ഖജനാവ്, പ്രതാപത്തിന്റെ, അധികാരത്തിന്റെ ഖജനാവ് അല്ലാഹുവിങ്കലാണുള്ളത്. എല്ലാത്തിന്റെയും സ്റ്റോറേജ് അല്ലാഹുവിങ്കലാ. വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. എന്റെ ഖജനാവിലുള്ള വസ്തുക്കൾ ഞാൻ ഇറക്കുമതി ചെയ്യുന്നത്, ഞാൻ ഇറക്കി കൊടുക്കുന്നത് ഇല്ലാ ബിഖദരിൻ മഅലൂം, ഒരു നിശ്ചിത കണക്ക് നോക്കിയിട്ട് മാത്രാണ്. അപ്പൊ ആരോഗ്യം ഇറക്കി കൊടുക്കുമ്പോ നിശ്ചിത കണക്ക് നോക്കിയിട്ട് എവിടെ കൊടുക്കണം അവിടെ കൊടുക്കും. പണം അത് അള്ളാഹ് ഖജനാവിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ എവിടെ കൊടുക്കണം എവിടെ കൊടുക്കണ്ട അത് നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഇല്ലാ ബി ഖദരിൻ മഅലൂം, അറിയപ്പെട്ട ഒരു വിഹിതം, ഒരു നിർണയത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ കൊട്ടക്കണക്കിന് പൊട്ടക്കൊടുക്കൽ കൊടുക്കൂല. കൊട്ടക്കണക്കിന് പൊട്ടക്കൊടുക്കല് അള്ളാഹ് കൊടുക്കൂല. അതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സത്യസന്ധമായിട്ട് ഓതല്ലേ നമുക്ക്. ഏതവസ്ഥയിലാണെങ്കിലും മുഅ്മിനെ പൊരുത്തപ്പെട്ട് നിന്നോ. അങ്ങനെ നിന്നാലാണ് ലോകരക്ഷിതാവായ അല്ലാഹുവേ, പ്രപഞ്ചങ്ങളെ മുഴുവൻ പോറ്റുന്നവനെ നീ തന്നെയാണ് എന്നെയും പോറ്റുന്നത്, നിനക്ക് സ്തുതിയുണ്ട്. അൽഹംദുലില്ലാഹി ആമീൻ. സത്യസന്ധമായി ഓതാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.